our1961 എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഇംഗ്ലണ്ടിൻ്റെ തെക്ക് കിഴക്കേ ഭാഗത്തുള്ള ഡോവർ എന്ന സ്ഥലം കാണുവാനാണ്. ഞങ്ങൾ മെഴ്സിഡസ് ബെൻസിൻ്റെ ഒരു ബസ്സിലാണ് ഡോവറിലേക്ക് പോയത്. ഡോവറിൽ പ്രധാനമായി കാണാനുള്ളത് ഡോവർ കാസിലും ഡോവർ തുറമുഖവുമാണ്. യൂറോപ്പിലുള്ള ഫ്രാൻസിനും UK-യിലുള്ള ഡോവറിനും തമ്മിൽ ഏറ്റവും കുറഞ്ഞ ദൂരമാണ് ഉള്ളത്. ഈ കാണുന്നത് ഇംഗ്ലീഷ് ചാനലാണ്. UK-യിലെ ഡോവർ തുറമുഖം. ഇവിടെ അനവധി ചരക്ക് കപ്പലുകൾ വരുന്നു. UK-യിലെ ഡോവറും ഫ്രാൻസിലെ കാലസുമാണ് ഏറ്റവും അടുത്ത് കിടക്കുന്ന സ്ഥലം. ഈ കാണുന്നതാണ് ഡോവർ കാസിൽ. സമുദ്രത്തിനോട് ചേർന്ന് കിടക്കുന്ന ഈ പാറക്കെട്ടുകളുടെ വശത്തുള്ള ഈ വെള്ള നിറത്തിനെ വൈറ്റ് ക്ലിഫ് എന്നാണ് അറിയപ്പെടുന്നത്. ക്ലിഫ് എന്നാൽ ചെങ്കുത്തായ സ്ഥലം എന്നും അർത്ഥമുണ്ട്. ഇതെല്ലാം കണ്ട ശേഷം ഞങ്ങൾ നേരെ ഡോവർ കാസിൽ കാണുവാൻ പോയി. ഡോവറിൽ നിന്നും 32 കിലോമീറ്റർ ഇംഗ്ലീഷ് ചാനലിലൂടെ സഞ്ചരിച്ചാൽ ഫ്രാൻസിലെത്താം. ഡോവർ കാസിൽ ഒരു കുന്നിൻ്റെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. വളരെ ശാന്തസുന്ദരമായ പ്രകൃതിരമണീയമായ ഒരു സ്ഥലം. ഡോവർ കാസിൽ UK-യിലെ ഏറ്റവും വലിയ കോട്ടകളിൽ ഒന്നാണ്. ഇംഗ്ലണ്ടിൻ്റെ ചരിത്രത്തിൽ നിർണായകമായ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. റോമൻ കാലഘട്ടം മുതൽ രണ്ടാം ലോക മഹായുദ്ധം വരെ ഈ കോട്ടയ്ക്ക് പ്രാധാന്യമുണ്ടായി. കോട്ടയ്ക്കുള്ളിൽ ധാരാളം തുരങ്കങ്ങളും രഹസ്യ വഴികളും ഉണ്ട്. ഈ ഡോവർ കാസിൽ പണി ചെയ്തത് ഹെൻറി രണ്ടാമൻ എന്ന രാജാവാണ്. 12-ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ഇത് പണി കഴിപ്പിക്കുന്നത്. ഇംഗ്ലണ്ടിലെ രാജകുടുംബത്തിലെ പലരും ഇവിടെ താമസിക്കുകയും ഭരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് രാജാവിൻ്റെ കിടപ്പുമുറിയാണ്. വിരുന്നുകാരെ സ്വീകരിക്കാനും സംസാരിക്കുവാനുമായി ഈ മുറി ഉപയോഗിക്കുന്നു. കോട്ടയുടെ മുകളിൽ നിന്ന് ഡോവറിൻ്റെ കാഴ്ച അതിമനോഹരമാണ്. കെൻറ്റ് കൗണ്ടിയിലാണ് ഡോവർ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് പോലെ അവിടെ കൗണ്ടി എന്നാണ് പറയുന്നത്. കഷ്ടിച്ച് 2 മണിക്കൂർ നടന്നു കാണാനുള്ളതുണ്ട് ഈ കോട്ടയ്ക്കുള്ളിൽ. ഈ കോട്ടയുടെ അടുത്തായി തന്നെ ഒരു പള്ളിയും സ്ഥിതി ചെയ്യുന്നു. യൂറോപ്പിൽ പൊതുവെ UK-യിലും മറ്റും എല്ലാ സ്ഥലങ്ങളും വളരെ വൃത്തിയായും ഭംഗിയായും സൂക്ഷിച്ചിരിക്കുന്നു. രാജാവിനും രാജ്ഞിക്കും മാത്രമായുള്ളൊരു മുറിയാണ് ഈ കാണുന്നത്. 2-ാം ലോക മഹായുദ്ധകാലത്ത് ഇതിൻ്റെ കുറേ ഭാഗം തകർക്കപ്പെട്ടെങ്കിലും വീണ്ടും പുനർനിർമ്മിക്കുകയായിരുന്നു. ഭംഗിയുള്ളതും വിശാലവുമായ ഒരു നടുത്തളവും ഇതിനുണ്ട്. അവിടെ താമസിച്ചതും ഭരിച്ചതുമായ അനവധി രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും ചിത്രങ്ങളും ഞങ്ങൾക്കവിടെ കാണാൻ കഴിഞ്ഞു. ഡയാന രാജ്ഞിയുടെയും മറ്റും പടങ്ങളും അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. യൂറോപ്പിൽ പൊതുവെ വെയിൽസ് രാജകുമാരനും രാജ്ഞിയും പ്രസിദ്ധമാണല്ലോ. രാജാവും രാജ്ഞിയും ഭടന്മാർ ചേർന്ന് എങ്ങനെയായിരുന്നു ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത് എന്നുള്ള ഒരു ഷോവും അവിടെ ഉണ്ടായിരുന്നു. ഇതൊരു ചാപ്പലാണ്. സെൻറ്റ് മേരി ഇൻ കാസ്ട്രോ എന്നാണ് ഈ ചാപ്പലിൻ്റെ പേര്. നോക്കൂ, ഇത് വളരെ പുരാതനമായിട്ടുള്ള ബെഞ്ചുകളും വേസ്റ്റ് ബാസ്ക്കറ്റുകളുമാണ്. അന്ന് കാലത്തെ ഒരു ഡസ്റ്റ്ബിൻ ഇങ്ങനെയായിരുന്നു. ഭടന്മാർ മുൻപിലും രാജാവും രാജ്ഞിയും പിന്നാലെയും. ഈ നടന്നു പോകുന്ന ചിത്രം നമ്മളെ പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്നു. ബാൻഡ് വാദ്യത്തോടുകൂടി രാജാവിനെ ആനയിച്ചു കൊണ്ടുപോകുന്ന ഭടന്മാർ. അതിൻ്റെ ഒരു ഡെമോ എന്നും ഇവിടെ നടക്കുന്നു. ഞങ്ങൾ കാസിലിന് മുകളിൽ നിന്ന് കുറേ നേരം ഡോവർ തുറമുഖത്തെ നോക്കിക്കണ്ടു. വളരെ ഭംഗിയുള്ളൊരു സ്ഥലം. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.